പട്ടാപ്പകൽ പോലും പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി നടക്കാൻ കഴിയാത്ത നാടായി കേരളം മാറുന്നു. തൊടുപുഴയിൽ നടുറോഡിൽ വെച്ച് മെഡിക്കൽ വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവം പെൺമക്കളുള്ള മാതാപിതാക്കളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്നതാണ്. ബസ് സ്റ്റോപ്പിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് പെൺകുട്ടിക്ക് നേരെ അതിക്രമമുണ്ടായത്. കേസിൽ മൂവാറ്റുപുഴ സ്വദേശി നസീബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിയെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പിടികൂടിയത്. കഴിഞ്ഞ ദിവസം പകൽ തൊടുപുഴയിലാണ് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥിനിയെ നസീബ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. സ്കൂട്ടർ തടഞ്ഞു നിർത്തിയായിരുന്നു പീഡനശ്രമം. സുഹൃത്തിനെ ബസ് കയറ്റിവിട്ട ശേഷം താമസ സ്ഥലത്തേക്ക് മടങ്ങുകയായിരുന്നു വിദ്യാർത്ഥിനി. ഈ സമയത്താണ് നസീബിന്റെ ആക്രമണമുണ്ടായത്. വിദ്യാർത്ഥിനിയെ പിന്തുടർന്നെത്തിയ ഇയാൾ കാഞ്ഞിരമറ്റത്ത് വെച്ച് വാഹനം തടഞ്ഞ ശേഷം പെൺകുട്ടിയെ കടന്നു പിടിക്കുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാരെത്തിയതോടെ നസീബ് സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് സ്കൂട്ടറിൽ അതുപോലെ തന്നെ മറ്റു സ്കൂട്ടറിൽ പുറകെ വന്ന ഒരു ചെറുപ്പക്കാരൻ തടഞ്ഞു നിർത്തി ദേഹത്തെന്തോ ഇരിക്കുന്ന എന്നുള്ള രീതിയിൽ എന്നെ തടഞ്ഞു നിർത്തുകയും പെട്ടെന്ന് വണ്ടി നിർത്തിയ പെൺകുട്ടിയെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും അതുപോലെ മോശമായിട്ടുള്ള ചെയ്യുകയും ചെയ്തു. അത് പ്രകാരം പോലീസ് കേസെടുത്തു. 4 ദിവസത്തെ അന്വേഷണത്തിനൊടുവിൽ പ്രതിനെ നമുക്ക് ഇടപെട്ടി ഭാഗത്തുനിന്ന് രക്ഷിക്കുകയാണ്. പെൺകുട്ടിയെ ഉപദ്രവിക്കാനായി നസീബ് എത്തിയ സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് പറഞ്ഞു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, ആക്രമണം തുടങ്ങിയ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മുൻപ് ഏതെങ്കിലും കേസിൽ ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. News 18 ഇടുക്കി.